ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് NRI ഓർ NRO അക്കൗണ്ടിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. നമ്മൾ ഇന്ത്യ വിട്ട് വെളിയിലോട്ട് പോകുന്നു, ബിസിനസ്സിനായിട്ട്, ജോലിക്കായിട്ട്, പഠിക്കാനായിട്ട്, സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നു. അങ്ങനെയെല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ചെന്നൊരു ജോലി കണ്ടെത്തി, അതായത് ഇന്ത്യക്ക് വെളിയിൽ ഏതെങ്കിലും ഒരു രാജ്യം, കാനഡയോ UK യോ ഗൾഫ് കൺട്രി എവിടെയുള്ളതാകാം, നമുക്ക് അവിടെ ഒരു വരുമാനം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് നാട്ടിലോട്ട് അയക്കുന്നു, നാട്ടിലെ നമ്മുടെ അക്കൗണ്ടിലോട്ട് അയക്കുന്നു. ബട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ട് ആ ക്യാഷ് പോകുന്നത് നമ്മുടെ റെഗുലർ അക്കൗണ്ടാണോ അതോ NRIസിനുള്ള അക്കൗണ്ടാണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അത് ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഉറപ്പായിട്ട് വരുത്തണം. നിങ്ങൾ നോർമൽ അക്കൗണ്ടാണെങ്കിൽ ഉറപ്പായിട്ട് അത് മാറ്റി NRI അക്കൗണ്ടാക്കി മാറ്റണം. NRI അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്. അത് നമുക്ക് ഫോറിൻ കറൻസി നമുക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ടായി മാറുന്നു. അതായത് ഒരു നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് തന്നെ, ബട്ട് നമ്മളത് NRI സ്റ്റാറ്റസിലായതുകൊണ്ട് നമുക്ക് NRI അക്കൗണ്ട് നമുക്ക് വേണം. നമ്മുടെ റെഗുലർ സേവിങ്സ് അക്കൗണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് NRI അക്കൗണ്ടായി പുതിയതായിട്ട് മാറ്റുക. നിങ്ങൾക്ക് ഇല്ലാത്ത ഒരാളാണെങ്കിൽ NRI അക്കൗണ്ടിലേക്ക് മാറ്റുക. NRI അക്കൗണ്ടിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി നിൽക്കുന്ന കൺട്രിയിൽ നിങ്ങൾ ടാക്സ് അടച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ റുപ്പിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് NRI അക്കൗണ്ടിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന് ഇന്ത്യയിൽ വേറെ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ NRIസിന് വേണ്ടി NRO അക്കൗണ്ട് ഉണ്ട്. NRO അക്കൗണ്ട് ഈസ് നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ട്. അതായത് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു വരുമാനമുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു വീട് റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ആ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ഇന്ത്യയിൽ, കേരളത്തിൽ എവിടെയുള്ളൂ നിങ്ങൾക്കൊരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ റുപ്പിയിലായിരിക്കും നിങ്ങൾക്ക് ആ വരുമാനം കിട്ടുന്നത്. ആ വരുമാനം ഉറപ്പായിട്ട് നിങ്ങൾ NRO അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാവുള്ളൂ. അത് നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ട് എന്ന് പറയും. അതായത് നമുക്ക് ഇന്ത്യയിലുള്ള വരുമാനം കിട്ടുന്ന ക്യാഷ് NRO അക്കൗണ്ടിലേ ഇടാൻ പാടുള്ളൂ. NRI അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിൽ നിന്ന്, നമ്മുടെ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് അയക്കുന്ന നമ്മുടെ സേവിങ്സിന് വേണ്ടിയിട്ടുള്ളതാണ് NRI അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റെഗുലർ അക്കൗണ്ടാണ് അവിടെ ഉള്ളതെങ്കിൽ, ഇന്ത്യയിലുള്ളതെങ്കിൽ ഉറപ്പായിട്ടും NRI അക്കൗണ്ടാക്കി മാറ്റുക. ഏതാണ് നിങ്ങളുടെ ബാങ്ക്, ആ ബാങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ഇവിടുത്തെ ഡോക്യുമെൻറ്റ്സ്, വിസ, പാസ്പോർട്ട്, നിങ്ങളുടെ ഫോട്ടോ, IDs എല്ലാം നിങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് NRI അക്കൗണ്ടാക്കി മാറ്റാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ NRO അക്കൗണ്ട്, അതായത് നിങ്ങൾക്ക് അവിടെ വേറെ വരുമാനം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ഇന്ത്യൻ റുപ്പിക്ക് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണ്. NRI നമ്മൾ ഇന്ത്യൻ ഫോറിൻ കറൻസി നമ്മൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ഇന്ത്യൻ റുപ്പിയിലോട്ട് മാറ്റി നമുക്ക് അവിടെ സേവിങ്സ് ആയിട്ട് ഉപയോഗിക്കാം.